ഇനിയിപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രിക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്ന് ഏതായാലും കണ്ടെത്തി. അതിനുശേഷം ആ പരിക്കിന്റെ പേര് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുക. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. അവിടെ അവരുടെ കഴുത്തിൽ എത്ര പരിക്ക് പറ്റി, എത്ര ഗ്രാവിറ്റി ഉണ്ട്, എത്ര ഇഞ്ചുറി ഉണ്ടെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അവിടെ നടന്ന അറ്റാക്കാണ് ഒന്നാമത്തെ പ്രശ്നം. കേരളത്തിൽ ഇനി ഇത്തരം ഏത് പരിക്കുകൾ പൊതുപ്രവർത്തകർക്കുണ്ടായാലും രാഷ്ട്രീയക്കാർക്കുണ്ടായാലും എന്തായാലും അത് അഭിനയത്തിന്റെ ഭാഗമാണല്ലോ. നാളെ ഉണ്ടായാലും മറ്റന്നാൾ ഉണ്ടായാലും നമുക്കിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. സമരം എത്രത്തോളമാണ്, അതിൽ എന്തൊക്കെ വ്യാജങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയാം. പക്ഷേ ഈ ആരോഗ്യമന്ത്രി നാടകം വിളിക്കുന്നു, ആരോഗ്യമന്ത്രി അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രി നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കം ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു ഡോക്ടർ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വിപ്ലാഷ് ഇഞ്ചുറി ചിലപ്പോൾ ആവാം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്. നേരത്തെ വിളപ്പിൽശാല ബിസ്മീർ എന്നൊരു രോഗി CPR കിട്ടാതെ മരിച്ചപ്പോൾ CPR പറ്റി പഠിപ്പിച്ച ഡോക്ടറാണ്, എനിക്കറിയില്ല, ക്യാപ്സ്യൂൾ അല്ലെന്ന് തോന്നുന്നു. വിപ്ലാഷ് ഇഞ്ചുറി എന്നത് കഴുത്തിൻ്റെ പെട്ടെന്നുള്ള മുന്നോട്ടുമുള്ള ചലനം മൂലം ഉണ്ടാകുന്ന ഒരുതരം സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയാണ്. അത് സാധാരണയായി കാർ അപകടങ്ങളിൽ റിയർ എൻഡ് കൊളീഷൻ കാണപ്പെടുന്നതാണെങ്കിലും പെട്ടെന്നുള്ള ശക്തമായ പുഷ് ഓർ പുൾ എന്നിവയിലൂടെ ഉണ്ടാകാം. ഇന്നലെ ഉണ്ടായ പോലെ സാഹചര്യങ്ങൾ വളരെ റിഫ്ലക്സീവായിട്ട് കഴുത്ത് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന പോലെ വിപ്ലാഷ് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ അത് നാടകമെന്നൊക്കെ കളിയാക്കാവോ ശ്രീജിൻഡോ? അത് ശരിയാണോ? ഇനിയിപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രിക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്ന് ഏതായാലും കണ്ടെത്തി. അതിനുശേഷം ആ പരിക്കിന്റെ പേര് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുക. ഞാൻ ഇത്തരം ടെർമിനോളജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം. എന്തായാലും നമ്മുടെ മുമ്പിൽ AM ഷംസീർ സ്പീക്കറും MV ഗോവിന്ദൻ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും MV ജയരാജൻ അവിടുത്തെ മുതിർന്ന നേതാവ്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനും മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം, മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ സകല CPM നേതാക്കന്മാരും പറഞ്ഞതുപോലെ KSUക്കാർ ഈ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം ഇതുവരെ അവർക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇനി ഈ പറഞ്ഞ പോലെ വിപ്ലാഷ് ഇഞ്ചുറി, എന്താണോ ആ പേര്, അതുപോലെയുള്ള ഇഞ്ചുറി ആണെങ്കിൽ, പെട്ടെന്ന് ഇപ്പോൾ വെട്ടിത്തിരിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ആരടാ വാടാന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ മുദ്രാവാക്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് സംഭവിച്ചതായിരിക്കാം. ഇനി അതിനപ്പുറത്ത് പിടിവലിക്കിടയിൽ ഉണ്ടായതാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ചുറ്റും നിന്നതും അവരുടെ പിടിവലി നടത്തിയതും അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടതും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഞാൻ പറയുന്നത് ശരി, ഈ പറയുന്ന KSUക്കാർ MV എന്ന് പറയുന്ന പോലെ കഴുത്ത് പിരിച്ചൊടിച്ചെന്നോ ഒന്നോളം തെളിവൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇനി തെളിവ് പുറത്ത് വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ വരട്ടെ. എന്തായാലും പോലീസുകാർ ഒന്നും തമ്മിൽ ഇടയ്ക്കാണെങ്കിലും ആരോഗ്യമന്ത്രി കഴുത്തിന് വേദനയുണ്ട്. ICUവിൽ ചുമ്മാ അഡ്മിറ്റ് ആക്കുമോ? ICUവിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി. മന്ത്രി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എവിടെ ചികിത്സയിലാണെന്ന് തോന്നുന്നു. ഒരു വേദനയുണ്ട്. ഞാൻ വേദന കളിയാക്കേണ്ട കാര്യം എന്താണ്? ബാക്കി നിങ്ങൾ രാഷ്ട്രീയം പറ. ഹാഷ്മി, വേദന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. വേദന അനുഭവിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് വേദന ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഷുക്കൂർ വധക്കേസിലായിരുന്നു എന്ന് തോന്നുന്നു, P ജയരാജനും ബോധക്കേട് വന്നിട്ട് ആംബുലൻസിലായിരുന്നു പിന്നെ കുറേ കാലം യാത്ര, അല്ലേ? അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശങ്കർദാസ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇവരുടെ വേദനയൊന്നും അളക്കാൻ പറ്റുന്ന മെഷീനൊന്നും നമുക്കില്ല, നമുക്കറിയില്ല. അവർ പറയുന്ന സത്യമാകട്ടെ, അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടട്ടെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ വിപ്ലാഷ് ഇഞ്ചുറി, താങ്കൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ ഇഞ്ചുറി MRI സ്കാൻ നടത്തി മെഡിക്കൽ ബുള്ളറ്റിനിൽ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പരിക്ക് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള, യാത്ര ചെയ്യാൻ പാടില്ലാത്ത, ഇത്രയും ഗുരുതരമായിട്ടുള്ള ICUവിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 500 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? എന്തുകൊണ്ടാണ്? ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവരെ കിടത്തിക്കൊണ്ടുപോകണ്ടേ? ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടത്തിക്കൊണ്ടുപോയ മന്ത്രി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി കണ്ടെത്തിയതിനു ശേഷം ഈ തീരാവേദനയിൽ പിടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ സംഭവവും. കാരണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുമ്പ് എൻട്രൻസിൽ വെച്ചുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അവർ നടന്നു വരുന്ന സമയത്ത് പോലീസുകാർ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു വാക്കുണ്ട്: മന്ത്രിയെ പ്രകോപിപ്പിക്കില്ലേ എന്ന്. മന്ത്രിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഒഴിഞ്ഞു മാറിയപ്പോൾ അവർ നടന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഓവർബ്രിഡ്ജ് കയറി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം AM ഷംസീറാണ് കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു സർജനാണ് AM ഷംസീർ. നോക്കി കണ്ടുപിടിക്കും. അതായത് കഴുത്തിൽ ഗുരുതരമായ പരിക്ക് കശേരുക്കൾക്കുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു. വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. വേദനയ്ക്ക് ശേഷം അവരെ പിന്നെ ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തുന്നു, ICUവിൽ കിടത്തുന്നു. പിന്നെ ഇത് മൊത്തം
വേറെ രീതിയിലായി. കലാപാഹ്വാനം നടത്തുന്നു, കലാപം നടക്കുന്നു, ബോംബേർ നടക്കുന്നു, വലിയ ബഹളം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മന്ത്രിക്ക് ഗുരുതരമായ അവസ്ഥയാണെന്ന് പറയുന്നു. മന്ത്രിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നഴ്സുമാർ ചുറ്റും നിന്നിട്ട് സെൽഫി എടുത്ത് പുഞ്ചിരി പങ്കിടുന്നു. ഇതിനെല്ലാം ശേഷം ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഇന്ന് വെളുപ്പിന് മന്ത്രിയെ കാണുന്നില്ല. ഒരു തലവണ അവിടെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെച്ചിട്ട് മന്ത്രി ഇന്നോവ കാറിൽ കയറി തെക്കോട്ട് പോയെന്ന് പറയാം. ഇപ്പോഴും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. മന്ത്രി എവിടേക്കാ പോയതെന്ന് നമുക്കറിയോ? അപ്പൊ കാണാതായ മന്ത്രിയെ ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റു ആളുകൾക്ക് അനുവദനീയമാണോ? അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു രോഗി, യാത്ര അനുവദനീയമല്ലാത്ത ഒരു രോഗി കേരളത്തിലെ ആരോഗ്യ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇനി അല്ല, മന്ത്രി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അക്കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കണം. ഓക്കെ, ഇല്ല, ഒന്നും അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇന്നലെ രാത്രി വൈകിയാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ ആരോഗ്യമന്ത്രിക്ക് യാത്ര പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യമന്ത്രി ഡിസ്ചാർജ് ആവശ്യപ്പെട്ടു എന്നും അതിനുശേഷം ഓൺലൈനായി പിന്നെയും മെഡിക്കൽ ബോർഡ് ചേർന്നു എന്നും ഈ പറയുന്ന എന്താണ് അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. രാവിലെ 4 മണിക്ക് പോയി. എവിടെ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നമ്മുടെ ഡോക്ടർ എൻ എം എന്നൊക്കെ പറയുന്നത് ലാമ എന്ന പദപ്രയോഗം, ലീവ് അഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ. ശ്രീ പി കെ ഗോപൻ, ഇവിടെ എന്താണ് ഇവിടെ സ്കെലിൻ പാറ്റ് എന്നൊരു പ്രശ്നം പറയുന്നത് വിപ്ലാഷ് ഇസ് നോട്ട് ആൻ ഇഞ്ചുറി, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക് ടു എ മസിൽ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ. മലയാളം പെടലുവെട്ടൽ എന്ന് പറയുകയാണ്. പെടൽ വെട്ടിയതാണെങ്കിലും കശേരുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മന്ത്രിയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് ഭേദമായി വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് മന്ത്രി തിരിച്ചു വരട്ടെ. പക്ഷേ പി കെ ഗോപൻ അത് കഴിഞ്ഞ് പറഞ്ഞ മൊത്തം പാളി. തിരിച്ചും മറിച്ചും RPF പോലീസും ഒക്കെ നോക്കി. എം വി ഗോവിന്ദനും എൻ ഷംസീറും പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിരിച്ച് പിഴിഞ്ഞ് കൈയൊടിച്ച ദൃശ്യങ്ങൾ എവിടെയുമില്ല. നാട്ടുകാർക്ക് മൊത്തം കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇനിയും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണോ ശ്രീ പി കെ ഗോപൻ? ഞാനിവിടെ കോൺഗ്രസിൻ്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനമാണ്. അത് ആദ്യമേ പറയാതിരിക്കാൻ മാർഗമില്ല. അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല. നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവരും മൊണ്ണകളല്ല. ദയവായി ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയാണ് നല്ല മാധ്യമ പ്രവർത്തകരാവുക എന്നുള്ള തെറ്റായ ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നല്ലതാണ്. രാഷ്ട്രീയ പക്ഷപാതിത്വമാകാം, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കലാകാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് ഒരു മാധ്യമത്തിന് ഉചിതമല്ല. അത് പാർട്ടി ചാനലുകൾക്ക് പോലും ഉചിതമല്ല. അപ്പോൾ പിന്നെ 24-നെ പോലെ പാർട്ടി ചാനലാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചാനലുകൾക്ക് തീരെ പറ്റുന്നതല്ല. ഇവിടെ അങ്ങ് നടത്തിയിട്ടുള്ള ആദ്യത്തെ വീണ ജോർജിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടത്തിയ പ്രകടനമെല്ലാം എന്തൊക്കെയാണ്, എത്ര പരിഹാസ്യമായിട്ടാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ പ്രശ്നത്തെ അങ്ങേയറ്റം പരിഹാസ്യമായിട്ടാണ് അവർ. വീണ ജോർജിൻ്റെ പരിക്ക് രണ്ടാമത് എടുക്കാൻ നമുക്ക്. അങ്ങ് പറഞ്ഞത് മുഴുവൻ അവാസ്തവമാണ്. അങ്ങ് അവാസ്തവമല്ല പറയുന്നത്, ആക്ഷേപമാണ് പറഞ്ഞത് മുഴുവൻ. അങ്ങ് പറഞ്ഞത് മുഴുവൻ, അങ്ങ് ഇവിടെ പടക്കം പൊട്ടിച്ചത് മുഴുവൻ പരിഹാസമാണ്. ആ പരിഹാസ സമീപനം ശരിയല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതല്ലാതെ ഈ ചർച്ചയിലേക്ക് കടന്നാൽ മനസാക്ഷി അനുവദിക്കത്തില്ല. രണ്ടാമത്തെ പ്രശ്നമാണ് പരിക്കിന്റെ പ്രശ്നം. രണ്ടാമത്തതാണ് എന്താണ് പരിക്കിന്റെ പ്രശ്നം? എന്താണ് പരിക്കിന്റെ പ്രശ്നം? നിങ്ങൾ അവിടെ നടന്ന സംഭവം എന്താ? ഞാൻ പറയട്ടെ. അതെ, മുഖവിലേക്ക് എടുക്കുന്നെങ്കിൽ നല്ല കാര്യം. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നെങ്കിൽ ഞാൻ അങ്ങേയറ്റം അങ്ങേ ബഹുമാനിക്കുകയും ചെയ്യും. കാരണം ഞാൻ പറയുന്നൊരു വാചകത്തിൽ തിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ തിരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തിരുത്തണമെന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യം. തിരുത്താനൊന്നും നിങ്ങൾക്ക് പറ്റിയൊന്നും വരില്ല. പക്ഷേ ആ സമീപനത്തോടുള്ള എൻ്റെ വിയോജിപ്പ് പറയാതെ ഈ ചർച്ചയിൽ എൻ്റെ മനുഷ്യത്വം എന്നൊരു ഒരൊറ്റ ഒരു അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ആരോഗ്യമന്ത്രിയുടെ തികച്ചും സംസാരിച്ചു, അല്ലാതെ അല്ല ആരോഗ്യമന്ത്രിയുടെ ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം അങ്ങ് അതിനെ സംബന്ധിച്ച് നടത്തിയത് മുഴുവൻ ആക്ഷേപകരമാണ്. KK കുറിച്ച് പറഞ്ഞതുപോലും ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കൈയൊടിഞ്ഞപ്പോൾ കൈയൊടിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി നെഞ്ചു പൊട്ടി കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ നെഞ്ചിൽ ഇത്ര വലിയ ലോഹക്കൂടുണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാരും പറയുകയില്ല. ഞാൻ പറഞ്ഞതിൽ അവാസ്തവമായി ഒന്നുമില്ല സിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുപാതരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതിലേക്കൊക്കെ ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ഞാനത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ളേ ഉള്ളൂ.
പരിക്കിൻ്റെ കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം. ഇവിടെ പരിക്കിൻ്റെ പരിഹാസമാണല്ലോ നടത്തിയത് മുഴുവൻ. നിങ്ങളുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശദീകരണമെല്ലാം പരിക്കിൻ്റെ പരിഹാസങ്ങളാണല്ലോ. അതൊക്കെ രണ്ടാമതെടുക്കാം. നമുക്ക് പരിക്ക് അത്രമാത്രം ഉണ്ടെന്ന്. സംഭവിച്ചെന്താ അവിടെ? നിങ്ങൾ ഒരു ദൃശ്യവും ഇല്ല എന്ന് പറയും. പോലീസുകാരുടെ നടുവിൽ നടന്നതിന് അവിടെ ഡ്രോൺ ക്യാമറ ഇല്ല ദൃശ്യം എടുക്കാൻ. കാരണം അവർ ചുറ്റപ്പെട്ട് നടക്കുന്നൊരു സംഭവമാണ്. എന്നാൽ ഓൺലൈൻ ചാനലുകളും പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നൊരു ദൃശ്യമുണ്ട്. അങ്ങൊരു നല്ല മാധ്യമപ്രവർത്തനാണല്ലോ, അങ്ങ് പരിശോധിച്ച് നോക്ക്. ഒരു പ്രതിഷേധം അതിൻ്റെ പുറത്ത് നടക്കുന്നു. റെയിൽവേ സ്റ്റേഷന് പുറത്തൊരു പ്രതിഷേധം നടന്നോട്ടെ, സ്വാഭാവികം. ഒരു മന്ത്രി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ പുറത്ത് പ്രതിഷേധിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ചീത്ത വിളിക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം അവിടെ നടക്കട്ടെ. പക്ഷേ മിനിസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കയറിയാൽ അവർ ഒരു വനിത മാത്രമേ ഉള്ളൂ, ബാക്കി പോലീസുകാർ മാത്രമാണ്. അവരുടെ പേഴ്സണൽ പ്രോഗ്രാമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് അവർക്ക് പൊതുപരിപാടി ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് അവർ വ്യക്തിപരമായിട്ട് യാത്രയിലാണ്. ആ യാത്രയെ തടസ്സപ്പെടുത്താൻ പൊതുരംഗത്ത് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് ഗതാഗതം സംഭിപ്പിക്കാം, മന്ത്രിമാരെ തടയാം. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് തടസ്സമുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അവർ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഏരിയയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് റെയിൽവേയുടെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയയാണ് അവിടെ, അല്ലാതെ അത് പൊതുസ്ഥലമല്ലെന്നല്ല പറഞ്ഞത്. അവിടേക്ക് 2 പേർ ഒളിഞ്ഞും പാത്തും കിടക്കുന്ന മുഴുവൻ മീഡിയകളിലും നമ്മൾ കണ്ടതാണ്. ഒരു വിദ്യാർത്ഥി കയ്യിൽ കരിങ്കൊടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ബാഗുണ്ട്, അയാൾ പാൻസി ഷർട്ടുമാണ്, മറ്റേ ആൾ മുണ്ട് ഷർട്ടുമാണ്. ഇവർ 2 പേരും കൂടി മന്ത്രി വന്നപ്പോൾ പോലീസ് അതിൻ്റെ പുറകിൽ പോകുന്നു. അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവണ്ണം ഇവർ നുഴഞ്ഞകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയതിൽ നീല ഷർട്ടിട്ട ആളെ മാത്രമേ തടയാൻ പറ്റിയുള്ളൂ. ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം തരട്ടെ, ആ ദൃശ്യം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഈ ചർച്ച തീരുന്ന അയച്ചു തരാം. കാത്തു നിൽക്കുന്നതും കേരളം കണ്ട ഞാൻ പറയാം. അപ്പം ഞാൻ അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും. എന്റെ പിന്നെ അതേ ഉള്ളൂ. അപ്പോ അതിന്റെ പുറകിൽ നിന്നിട്ട് ഇവർ 2 പേരും വരുന്നത് ജനലിൽ കൂടെ എത്തി നോക്കുന്നു. ഒരു പയ്യൻ പോയി ജനലിൽ കൂടെ എത്തി നോക്കുന്നു, മന്ത്രി എവിടം വരെ ആയിന്നറിയാൻ. എന്നിട്ട് ഇയാൾ പുറകെ ഓടിന്നിട്ട് ഈ രണ്ടാമത് പാൻസ് ഇട്ട ആൾ അകത്തേക്ക് കയറിയിട്ട് അയാളെ ഒരു വെളുത്ത ഷർട്ട് ഇട്ട പോലീസുകാരൻ പിടിച്ച് പുറകോട്ട് മാറ്റുന്നു. ഇത്രയാണ് നമ്മുടെ മുമ്പിൽ വിസിബിളായ ദൃശ്യം എന്ന് പറഞ്ഞാൽ. ബാക്കി അതിനകത്ത് നടന്നത് ഡ്രോൺ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തു വരാൻ സാധ്യത, കാരണം പിന്നീട് മുഴുവൻ പോലീസ് കവറിംഗ് ആണ്. ഇനി ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ മന്ത്രിയുടെ കഴുത്തിന് പറ്റിയ പരിക്ക് നിങ്ങൾ പിരിച്ചൊടിച്ചതും വേറെ എന്തെങ്കിലും ചെയ്തൊക്കെ അവിടെ ഇരിക്കട്ടെ, സന്ദർഭത്തിൽ പലതരത്തിൽ സംഭവിക്കാം. ഈ പിടലിവെട്ടൽ എന്നുള്ളത് നമ്മുടെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല ഇപ്പം എന്താ ചെയ്യുക? അങ്ങ് ഈ പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ കേട്ടോണ്ടിരിക്കുകയും അങ്ങയുടെ ഇൻട്രോ മാത്രം കേട്ടിട്ട് ഞങ്ങൾ അങ്ങ് മണിക്കൂർ എടുത്ത് അങ്ങയുടെ ഇൻട്രോ കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അങ്ങനെ പറയാതെ കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും മന്ത്രിയെയും പാർട്ടി സെക്രട്ടറി എല്ലാം 15 മിനിറ്റ് ആക്ഷേപിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം മാത്രം ഞങ്ങൾ അനുവദിച്ചു തരാം. ബാക്കി ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ആ ഏർപ്പാട് വേണ്ട, ഏർപ്പാട് വേണ്ട. ഇതിനകത്തൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ വന്നിരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ അയച്ചു തരാം. അല്ല അത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുന്നതിനാ? വീണ്ടും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നതിനാ? ആ ഏർപ്പാട് വേണ്ട. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉളുക്കെന്ന് പറയും, പെടലിവെട്ട്. ഒരു സ്ത്രീ വല്ലാതെ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി, അത്തരം ഒരാൾ അങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് അവരെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പുറത്തു നിന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് ദേഹാസ്വാസ്ഥ്യം വരാം, സ്ത്രീ എന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം, അവരുടെ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവർ കൈകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ നടക്കുന്നുണ്ട്, അവരതിനിടയിൽ CM-നെ ഫോൺ ചെയ്യുന്നുണ്ട്. അവരുടെ അസ്വസ്ഥത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ്. അവിടെ അവരുടെ കഴുത്തിൽ എത്ര പരിക്ക് പറ്റി, എത്ര ഗ്രാവിറ്റി ഉണ്ട്, എത്ര ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അവിടെ നടന്ന അറ്റാക്കാണ് ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ അറ്റാക്ക് ചെയ്യാവോ? ഒരു സമരം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അവരുടെ നേരെ ആക്രോശിച്ചല്ലാവോ? ഈ സമരം എല്ലാവരും ചെയ്യുന്നതല്ലേ? വ്യക്തിപരമായി അവരുടെ വീട്ടിലെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലാണോ നമ്മൾ സമരം നടത്തുന്നത്? അതോ പൊതുസ്ഥാപനത്തിലുള്ള ഇഷ്യൂവിൻ്റെ പേരിലാണോ സമരം നടത്തുന്നത്? അതിനെ അങ്ങനെ കാണുന്നതല്ലേ മാധ്യമധർമ്മം? രണ്ടാമത്തെ കാര്യം, ഇവിടെ അദ്ദേഹം ആക്ഷേപിച്ചത് മന്ത്രി ആംബുലൻസിൽ പോയില്ല, മന്ത്രി അങ്ങനെ പോയി, എന്തെല്ലാം ആക്ഷേപങ്ങൾ അവിടെ നടത്തിയവിടുന്നുണ്ട്, എന്തെല്ലാം കഥകൾ അവിടെ ഉണ്ടാക്കി വെച്ചത്. മന്ത്രി 2 ദിവസം ICUവിലും മറ്റ് ചികിത്സാ സൗകര്യത്തിൻ്റെ ഭാഗമായി അവിടെ ലഭ്യമായ ചികിത്സ ഉപയോഗിച്ചുകൊണ്ട്
അവർക്ക് അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് പോയേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നുള്ള ചികിത്സ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തുന്നു. അവർ യാത്ര ചെയ്യുന്നു. അവർ ആംബുലൻസിൽ കിടന്നു പോയാലേ അംഗീകരിക്കൂ. ഇനി ആംബുലൻസിൽ കിടന്നു പോയാൽ അവരെ ഏതൊക്കെ നടിയായിട്ടാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങളുടെ സഹയാത്രികരായിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ അവരെ ഓസ്കാർ കിട്ടുന്ന നടിയായിട്ട് മാറ്റിയല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഇനി ഇത്തരം ഏത് പരിക്കുകൾ പൊതുപ്രവർത്തകർക്കുണ്ടായാലും രാഷ്ട്രീയക്കാർക്കുണ്ടായാലും എന്തായാലും അത് അഭിനയത്തിൻ്റെ ഭാഗമാണല്ലോ. നാളെ ഉണ്ടായാലും മറ്റന്നാൾ ഉണ്ടായാലും നമുക്കിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി എല്ലാം ഉണ്ടാവുന്നത് അഭിനയത്തിൻ്റെ ഭാഗമാണല്ലോ. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലാതെ വന്നാൽ, ഡോക്ടേഴ്സ് ഇല്ലാതെ വന്നാൽ, പശ്ചാത്തല സൗകര്യം ഇല്ലാതെ വന്നാൽ, മെഡിക്കൽ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വം തരത്തിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ നമുക്ക് സമരം ചെയ്യാം. ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ സംഭവിച്ചത് ഇവർ ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലാതിരിക്കുമ്പോൾ, അത് ആർക്കും തർക്കമുള്ള കാര്യമല്ലല്ലോ, അങ്ങയുടെ ഡേറ്റാസിലോ തർക്കമുള്ള കാര്യമല്ലല്ലോ. വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലാതിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണ്. അത് അവിടെ വെയിൻ കട്ട് ചെയ്യുന്ന സിസർ അല്ല, ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പലര് ചേർന്നിട്ടാണ് സർജറി നടത്തുന്നത്. ഞാൻ അതിലേക്ക് എത്തി. എം സ്വരാജ് ന്യായീകരിച്ച പോലെ ഒരു കത്രിയോ മറ്റോ എന്തോ വയറിനകത്ത് തുന്നിക്കെട്ടി പരിഹസിക്കില്ലേ? ആ കത്രികയുടെ ചെറിയ നീളമൊന്നും പറയല്ലേ? ഒരു കത്രിക ഒരു വയറ്റിൽ വെച്ച് 5 വർഷക്കാലം ഒരു വീട്ടമ്മ നടന്നു, ആ വേദന മൊത്തം സഹിച്ചൊരു വീട്ടമ്മ നടന്നു, എന്നിട്ട് ആ കത്രിക പുറത്ത് നമ്മൾ കണ്ട ഈ നീളത്തുള്ള കത്രിക, അത് ഇത്തരമുള്ള നേരത്തെ പറഞ്ഞ പോലെ മാക്കോട്ടെ ഒന്നും അല്ല. ഞാൻ അങ്ങനെയൊക്കെ ശ്രീ ഹാഷ്മി, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയേക്കാം. നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കൊന്നുമില്ല. അതല്ല, എന്നെ പറയാൻ അനുവദിക്കത്തില്ലെങ്കിൽ തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അവിടെ എന്തെങ്കിലും അരുതായ്മ സംഭവിച്ചില്ലെന്നല്ല. അരുതായ്മ സംഭവിച്ചില്ലെന്നല്ല, അവിടെ സർജറിയുടെ വിവരമാണ് ഞാൻ പറഞ്ഞത്. ആ സർജറിയിൽ വെയിൻ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സർജറി നടത്തുന്ന സർജിക്കൽ സിസർ അല്ല അവിടെ അകത്തായി പോയത്. ഡോക്ടേഴ്സിനെല്ലാം അറിയാവുന്നൊരു കാര്യമാണത്. അവർ ബ്ലഡ് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഉപകരണമാണ്. അത് അകത്ത് പോയാൽ തീർച്ചയായിട്ടും ചെയ്ത ആൾ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. ഒരാളല്ല സർജറി നടത്തുന്ന ഒരു ടീമാണ്. ആ ടീമിൻ്റെ പിഴക. ആ സമയത്ത് അങ്ങനെ ഒരു കുറ്റം ചെയ്ത ഒരാളിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയോ മറ്റെന്തെങ്കിലും നിയമ നടപടിയിൽ കടക്കാതിരിക്കുകയോ ചെയ്താൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി കുറച്ച് ഉത്തരവാദിത്വം പറയണം. ഇത് അങ്ങനെ ഒന്നുമില്ല. അവരുടെ കാലത്തല്ല, അതിൻ്റെ പേരിൽ അവർ നടപടി സ്വീകരിച്ചു, അന്വേഷണ ഉത്തരവിട്ടു, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടൊരു പൊതു പ്രതിഷേധം നടക്കുന്നതും സ്വീകാര്യമാണ്. പക്ഷെ വ്യക്തിപരമായി ആരോഗ്യവകുപ്പ് മന്ത്രിയെ ആക്രമിക്കുന്നതിന് ശരിയാണ്. സമരത്തിന് അതിലെവിടെ വരെ ആകാമെന്ന് ചർച്ച ഉറപ്പായും വേണ്ടതാണ്.